അപ്പോൾ സ്ഥിരം നമ്മൾ വീഡിയോ ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്നല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ക്ഷമ പറയുവാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ എൻ്റെ ഉദ്ദേശം എന്താണ് ആപ്പിളിനെ ഇത്രയധികം നമ്മൾ ഹേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ. ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ആ ഒരു ലോഗോ തരുന്ന ഒരു പ്രീമിയംനെസ്സോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മേന്മ കണ്ടിട്ടൊന്നുമല്ല ഞാൻ പേഴ്സണലി ഈ ഒരു ബ്രാൻഡിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം. ഈവൻ ഐഫോൺ പോലും അല്ല. ഞാനൊരു 10 വർഷം മുന്നേ 2012 ആദ്യമായിട്ട് ഒരു ഐഫോൺ എൻ്റെ കൈ കൊണ്ട് ഞാൻ തുടങ്ങുന്നത്. ഐഫോൺ 3G. എനിക്ക് തോന്നുന്നു അന്നത്തെ iOS 3 ആയിരുന്നു തോന്നുന്നു. അത് ജെയിൽ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയാണ് ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ iOS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ macOS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ ഇഷ്ടപ്പെടാനും അറിയാനും അത് എക്സ്പ്ലോർ ചെയ്യാനും തുടങ്ങിയതിൻ്റെ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് ആപ്പിൾ എന്ന് പറയുന്ന ഇപ്പം ഈ ബ്രാൻഡിനോട് ഞാൻ അതെൻ്റെ മെയിൻ കണ്ടന്റ് ആക്കി അതൊരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇനി ആപ്പിൾ ഉള്ള കണ്ടന്റ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് കരുതി എനിക്ക് മറ്റുള്ള ബ്രാൻഡുകളെ ഇഷ്ടമില്ലെന്നോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഇഷ്ടമില്ലെന്നോ ഒന്നുമല്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഡിവൈസ് ആണ് ഗൂഗിൾ പിക്സൽ. ലേറ്റസ്റ്റ് ഒക്കെ ഇറങ്ങിയ പിക്സൽസ് കാണാൻ സോ ബ്യൂട്ടിഫുൾ. അതുപോലെ വിവോ റീസെന്റ് റിലീസ് ചെയ്ത 200X എന്ന് പറയുന്ന ആ ഒരു മോഡൽ, അതിന്റെ ക്യാമറ സ്റ്റണ്ണിങ് ആണ്. അതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ്. ഇപ്പം ആപ്പിളിനെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആപ്പിൾ വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത് എന്ന് കരുതി അത് ആപ്പിളിനെ കുറിച്ചുള്ള അറിവ് എനിക്ക് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ അറിയാവുന്ന കാര്യത്തെപ്പറ്റി കൂടുതലായിട്ടുള്ള നോളജ് നിങ്ങളിലേക്ക് തരുന്നത്. ഒരിക്കലും ഒരു കമ്പനി മാത്രം എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ആസ് എ കൺസ്യൂമർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ലൊരു കാര്യമല്ല. തീർച്ചയായിട്ടും അവിടെ കോമ്പറ്റീഷൻ വേണം. അതിന് ആൻഡ്രോയിഡ് പോലെയുള്ള അല്ലെങ്കിൽ ആൻഡ്രോയിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പല മാനുഫാക്ചേഴ്സും പല രീതിയിലുള്ള കാര്യങ്ങൾ, അത് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ സോഫ്റ്റ്വെയർ പരമായിട്ട് ആയിക്കോട്ടെ, പല മാറ്റങ്ങൾ കൊണ്ടുവന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എപ്പോഴും ആപ്പിൾ മാത്രമാണ് അല്ലെങ്കിൽ ഒരു പ്രൈം കമ്പനി മാത്രമാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ അവിടുന്ന് നമുക്ക് കൺസ്യൂമേഴ്സിന് ലഭിക്കുന്ന ഫീച്ചേഴ്സുകളുടെ അല്ലെങ്കിൽ അവിടുന്ന് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും കുറവായിരിക്കും ഗ്രാജുവലി മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ കോമ്പറ്റീഷൻ പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആപ്പിളിന് അല്ലെങ്കിൽ ഇതുപോലുള്ള ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ബ്രാൻഡുകൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് നമ്മൾ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പോസിറ്റീവ് സൈഡാണ്. റീസെന്റ് iOS 18 കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആപ്പിളിന്റെ AI ഫീച്ചേഴ്സ്, ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് ഒന്നും തന്നെ iOS 18 വേണ്ടി കരുതി വെച്ച ഒരു ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ആപ്പിൾ അടുത്ത വർഷം iOS 19 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഒരു ഫീച്ചറാണ്. ആപ്പിൾ അപ്പോൾ അത് അത്രയും ധൃതിയിൽ യൂസേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള കോമ്പറ്റീഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു പ്രഷർ കൊണ്ടാണ്. ഇപ്പം സാംസങ് ആയിക്കോട്ടെ, ഗൂഗിളിലെ ജെമിനായി, സാംസങ്ങിന്റെ ബിക്സ്ബി, ഇതുപോലുള്ള പല കോമ്പറ്റീഷനും വേ അപ്പഹേർഡാണ്. സിറിനേക്കാളും വേ അപ്പഹേർഡാണ്. അതോടൊപ്പം ChatGPT ഇതുപോലുള്ള ഇന്റഗ്രേഷൻസ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വന്നു. അവരൊക്കെ വളരെയധികം ഫാസ്റ്റായിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രോഡക്റ്റുകളും പല സോഫ്റ്റ്വെയർസും ഫീച്ചേഴ്സും റിലീസ് ചെയ്യുന്നു. സോ അങ്ങനെ ഒരു സ്പേസിലേക്ക് ആപ്പിൾ അങ്ങ് ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് ആപ്പിൾ ഇത്രയും ധൃതിപ്പെട്ട്, അതായത് ഫുള്ളി ഫിനിഷ്ഡ് ആകാത്ത ഒരു സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റീസുമാണ് ആപ്പിൾ iOS 18 നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴും നിങ്ങൾക്കറിയാം iOS 18.1 ശേഷമാണ് ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് ഒരു പാർഷ്യലി എങ്കിലും നമുക്ക് ലഭിച്ചത്. പിന്നെ വന്ന iOS 18.2 ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ലഭിച്ചത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന iOS 18.3 അതിലും ഇനി പല ഫീച്ചേഴ്സും വരാണ്. അപ്പോൾ 2024 ജൂണിൽ അനൗൺസ് ചെയ്ത ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നത് ഇതിന്റെ ഒഫീഷ്യൽ റിലീസിന് ശേഷമാണ്. ഒഫീഷ്യൽ റിലീസിന് ശേഷം 1 മാസത്തിന് ശേഷമാണ് ഇതിന്റെ ഒരു പകുതിയെങ്കിലും അല്ലെങ്കിൽ കാൽമാവെങ്കിലും നമുക്ക് ലഭിക്കുന്നത്. സോ ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബാക്കിയുള്ള മാനുഫാക്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്കിത് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും ആൻഡ്രോയിഡ് പല കാര്യങ്ങൾ കൊണ്ടുവരണം. ഇതുപോലുള്ള പല മാനുഫാക്ചേഴ്സ് പല ഇംപ്ലിമെന്റേഷൻ നടത്തിയാൽ മാത്രമേ ഉള്ളൂ ഐഫോണിലേക്കും നമുക്കത് കൊണ്ടുവരാം അല്ലെങ്കിൽ അത് ലഭിക്കത്തുള്ളൂ. ഐഫോണിലേക്ക് ഫീച്ചേഴ്സ് വരട്ടെ. താല്പര്യമുള്ളവർ യൂസ് ചെയ്യുക, താല്പര്യമില്ലാത്തവർ യൂസ് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് അവിടെ ഫീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. അല്ലാതെ ഈ കോമ്പറ്റീഷൻ ഇല്ലാതെ നിൽക്കിപ്പോൾ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എനിക്ക് ആൻഡ്രോയിഡിനോട് ഫുൾ റെസ്പെക്റ്റ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ റീസെന്റ് സാംസങ് S25 Ultra റിലീസ് ചെയ്തു. അതിന്റെ സ്പെക്സ് വളരെ ലോ മാർജിനിലുള്ള സ്പെക് ബമ്പാണ് സാംസങ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊരു കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് വന്നിരിക്കുന്നത് അതിന്റെ ചിപ്സെറ്റിലാണ്. 3 നാനോമീറ്റർ ചിപ്സെറ്റിലേക്ക് അല്ലെങ്കിൽ ആർക്കിടെക്ചറിലേക്ക് സാംസങ്ങും വന്നിരിക്കുന്നു. ഇപ്പം ആപ്പിളിന് അറിയാം A18 Pro അത് TSMCയുടെ പുതിയ 3 നാനോമീറ്റർ ആർക്കിടെക്ചറുള്ള ഒരു ചിപ്സെറ്റാണ്. അതുപോലെ റാമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെയിം കഴിഞ്ഞ വർഷം യൂസ് ചെയ്തിരിക്കുന്ന 12GB LPDDR5X റാം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ PPI റെസൊല്യൂഷനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വന്നു. പിന്നെ ഒരു ഹാർഡ്വെയർ ചേഞ്ച് എന്ന് പറയുന്നത് ക്യാമറയാണ്. അതിന്റെ അൾട്രാ വൈഡ് 50 മെഗാപിക്സലിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ബാറ്ററി ബാക്കിയുള്ള ഹാർഡ്വെയർ ഇന്റേണൽ ഹാർഡ്വെയർസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് പ്രീവിയസ് ഇയറുമായിട്ട്.
ഇന്റേണലി ഈ പറഞ്ഞ മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഉള്ളത് എക്സ്റ്റേണലിയാണ്. എക്സ്റ്റേണലി 6.8 ഇഞ്ച് സൈസിൽ നിന്ന് 6.9 ഇഞ്ച് സൈസിലേക്ക് മാറി. പിന്നെ ടൈറ്റേനിയം ഷാസി തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. IP68 വാട്ടർ റെസിസ്റ്റൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതിന്റെ ബോർഡേഴ്സ് ഇപ്പം ഐഫോൺ കഴിഞ്ഞ വർഷം 15 സീരീസിൽ കൊണ്ടുവന്ന പോലെ ഇച്ചിരി കേർവ്ഡ് ആക്കി, അതായത് എഡ്ജസ് കുറച്ചും കൂടെ കേർവ്ഡ് ആക്കി, അതുകൊണ്ട് കയ്യിൽ പിടിക്കാൻ കുറച്ചും കൂടെ സുഖമായിരിക്കും. ക്യാമറയുടെ ഡിസൈനും ഷേപ്പും സൈസും എല്ലാം അത് തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഹാർഡ്വെയർ പരമായിട്ട് നോക്കുമ്പോൾ വലിയ ചേഞ്ചുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. സ്വാഭാവികം. കാരണം ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആപ്പിളിന്റെ കാര്യം എടുത്ത് നോക്കിയാലും ഐഫോൺ എനിക്ക് തോന്നുന്ന 12 മുതൽ 12, 13, 14, 15, 16 സെയിം ഡിസൈൻ, ഒരു മാറ്റവും ഇല്ല, സെയിം ഡിസൈൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയുടെ ആ ഒരു മൊഡ്യൂൾ കുറച്ചും കൂടെ വലുതാക്കി. ഈ വർഷം വന്നപ്പോൾ 6.1 ഇഞ്ചിന് 6.3 ഇഞ്ചിലേക്ക് പ്രോ സീരീസിന്റെ സൈസുകൾ മാറ്റി. ഇങ്ങനെയുള്ള വളരെ സെറ്റിൽ ആയിട്ടുള്ള ചേഞ്ചുകളെ കൊണ്ടുവന്നുള്ളൂ. ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ആപ്പിളിന്റെ കാര്യം എടുത്ത് നോക്കിയാലും സാംസങ് എന്നല്ല, ഗൂഗിൾ പിക്സൽ എടുത്ത് നോക്കിയോ, മറ്റു പല ബ്രാൻഡുകളുടെ എടുത്ത് നോക്കിയോ. പക്ഷെ എന്തുകൊണ്ട് ആപ്പിൾ മാത്രം ഇത് ചെയ്യുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാകുന്നു, എന്നാൽ ബാക്കിയുള്ള ബ്രാൻഡുകൾ ചെയ്യുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ ആളുകൾ അവതരിപ്പിക്കും. അപ്പം അവിടെയാണ് ഇതിന്റെ പ്രധാന ആ ഒരു പോയിന്റ് ഇരിക്കുന്നത്. അതായത് ആളുകളിലേക്ക് മിസ്ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെയ്റ്റ് ത്രെട്ട് ഉളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. അത് ഒന്നും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് നമുക്കത് അതേ സെയിം കാര്യം കാണുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. ഈ പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ ആളുകളിലേക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഫീലിങ്സ്, അല്ലെങ്കിൽ ഇമോഷണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമോഷണലി ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും, അതും വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ എടുത്തു പറയുന്നത് അതൊരു കറക്റ്റ് വേ ഓഫ് ടീച്ചിങ്ങോ അല്ലെങ്കിൽ പ്രൊവൈഡിങ് അല്ല. ഒരറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഫുൾ രീതിയിൽ, അതിന്റെ എല്ലാ പൂർണ്ണമായിട്ടുള്ള തലത്തിലും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. അല്ലാതെ ആളുകളിലേക്ക് ഒരു കനൽ കോരിയിട്ടിട്ട് വെറുതെ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇനി ഇങ്ങനെ പറയുന്നവർ ഇങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, എന്നാൽ നമ്മുടെ കോമൺ സെൻസിനെ ഉൾട്ടയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും അതങ്ങനെയാണോ, അല്ലെങ്കിൽ അതിന്റെ പ്രായോഗിക തലം അതാണോ എന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനുള്ള ഇതൊരു എഫേർട്ടെങ്കിലും നമ്മൾ ഇടണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആപ്പിൾ എന്നല്ല, എല്ലാ ബ്രാൻഡുകൾക്കും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഉണ്ട്, പോസിറ്റീവുകളും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ നിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. Until then, peace.